പക്ഷേ ആൻറ്റി ഇൻകമ്പൻസിയുടെ ഒന്നാം പ്രതി വീണ ജോർജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒഴിച്ച് ആര് മത്സരിച്ചാലും ഒരു പാര കാണും അവിടെ. ഈ നിയമസഭയിൽ വനിതകളുടെ എണ്ണം ശുഷ്കമാണ് ഇപ്പോഴും. ഈ പാർലമെൻറ്റ് അവസാനത്തിന് മുമ്പായിട്ട് വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പ്. ജനങ്ങളെ വളരെയേറെ കൺഫ്യൂസ് ചെയ്യിച്ച പ്രചാരണത്തിന് ശേഷമാണ് നമ്മൾ വോട്ടിങ്ങിലേക്ക് പോകുന്നത്. നാളെ മലയാളികൾ 2,69,53,000 പരം വോട്ടർമാരാണ് ഉള്ളത്. അതിൽ എത്ര പേർ വോട്ട് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും അറിയാൻ. പക്ഷേ 75-ന് മുകളിലേക്ക് പോകും വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം അത്രയേറെ തീവ്രമായിരുന്നു ഓരോ മുന്നണിയുടെയും പ്രചാരണ തന്ത്രങ്ങൾ. മറ്റൊന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 2,69,00,000 പരം വോട്ടർമാരിൽ ഏറിയ പങ്കും സ്ത്രീകളാണ്. 1,38,00,000 പരം വനിതാ വോട്ടർമാരുണ്ട്. 1,31,00,000 പരം പുരുഷ വോട്ടർമാരും. ഈ വനിതാ വോട്ടർമാരുടെ എണ്ണം വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര വനിതകളാണ് നമ്മൾ ഇവിടെ മത്സര രംഗത്ത് ഫീൽഡ് ചെയ്തിരിക്കുന്നത്? അതിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ളവർ ആരൊക്കെ? അതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂട് പിടിച്ചതായിരുന്നു. കാരണം 3 മുന്നണികളാണ്. പതിവിന് വിപരീതമായി ഒരു ട്രൈപോളാർ കോൺടെസ്റ്റിലേക്ക് കേരളം കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രചാരണ രംഗം വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ, ആരോപണങ്ങൾ എല്ലാം നിറഞ്ഞു നിന്നു. ഈവൻ നിശബ്ദ പ്രചാരണ വേളയിൽ പോലും. ഇനിയിപ്പോൾ വോട്ടിങ്ങിലേക്ക് പോവുകയാണ്. അതെ, നമ്മൾ പ്രബുദ്ധർ എന്ന് സ്വയം വിശ്വസിക്കുന്നവർ, എല്ലാവരെ കൊണ്ട് നമ്പർ 1 എന്ന് പറയിക്കാൻ ശ്രമിക്കുന്നവർ, ഇവിടെ വനിതാ ശാക്തീകരണത്തിൻ്റെ പ്രശസ്തിയുടെയും അതിനോടൊപ്പം തന്നെ നടന്ന പരിശ്രമങ്ങളുടെയും പേരിലും കേരളം ഒന്നാമതാണ്. പക്ഷേ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എത്രത്തോളം പ്രാതിനിധ്യം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? കേരളത്തിന് ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രിയില്ല. വനിതാ മുഖ്യമന്ത്രി പടിവാതിൽ എത്തി നിന്നപ്പോൾ വാതിലടച്ച് മറ്റൊരാളെ ആ കസേരയിൽ ഇരുത്തുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കഴിവുള്ള മുഖ്യമന്ത്രി, ഏതെങ്കിലും തരത്തിലുള്ള റെക്കമെൻഡേഷൻ്റെയോ പേരിൽ അല്ല അന്ന് ഗൗരി അമ്മയുടെ പേര് ഉയർന്നു വന്നത്. കഴിവിൻ്റെ പേരിൽ തന്നെയാണ്, ത്യാഗത്തിൻ്റെ പേരിൽ തന്നെയാണ്, പ്രവർത്തനത്തിൻ്റെ പേരിൽ തന്നെയാണ് അവർ ആ പദവിയിലേക്ക് എത്തുവാൻ പോകുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം എല്ലാം തകിടം മറിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു കാൻഡിഡേറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ചിലരുടെ പേരൊക്കെ ചിലപ്പോഴൊക്കെ ഉയർത്തി കേട്ടു എങ്കിൽ തന്നെയും അതൊക്കെ അവരെ ഒതുക്കി നിർത്തുന്നതാണ് പിന്നീട് നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച. ഈ തിരഞ്ഞെടുപ്പിൽ എങ്കിലും കുറേയേറെ വനിതാ മാണിക്യങ്ങളുണ്ട് വോട്ട് തേടുന്നവർ. അതെ, അതിൽ ശ്രദ്ധേയരായിട്ടുള്ളവർ ആരൊക്കെ എന്നാണ് അങ്ങയുടെ നിരീക്ഷണം? എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം 3 മുന്നണികളെ എടുത്താലും ഒരു 47ഓളം വനിതകളെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേറ്റവും ശ്രദ്ധേയ എന്ന് പറയുന്നത് കെ ശൈലജ തന്നെയാണ്. അതെ, കാരണം ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക് പാർട്ടിയുടെ പ്രധാനികളും പൊതുജനങ്ങളും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേര്. പാർട്ടിയുടെ പ്രധാനികൾ എന്നുള്ള സ്ഥലത്ത് ഞാൻ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അത് വേണ്ട. ജനങ്ങളുടെ ഭാഗത്ത് നിന്നും, ജനങ്ങൾ മാത്രമല്ല പാർട്ടിക്കകത്തും പാർട്ടിക്കകത്തും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ പ്രധാനികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ പ്രധാനിയാണെങ്കിൽ അല്ല. പക്ഷേ പാർട്ടിക്കകത്തും ശൈലജ ടീച്ചർ ഇത്തവണ പാർട്ടിയെ നയിക്കണമെന്ന് വരെ പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം ആൻറ്റി ഇൻകമ്പൻസിയുടെയും മറ്റ് ചില കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന ആളിനാണല്ലോ ആൻറ്റി ഇൻകമ്പൻസി ഏറ്റവും കൂടുതൽ വരിക. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഭരിച്ചവരിൽ ഏറ്റവും തലവനായിട്ടിരിക്കുന്ന ആളിനാണ് ആൻറ്റി ഇൻകമ്പൻസിയുടെ ഏറ്റവും വലിയ കുത്തുവന്ന് വീഴുക. അതുകൊണ്ടാണ് തിരിച്ച് ശൈലജ ടീച്ചറെ പോലെ ഒരാൾ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്താൽ അത് വേറൊരു വ്യത്യസ്തമായിരിക്കും. അവരെ വടകരയിൽ കൊണ്ടുവന്ന് MP ആയി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ വിട്ടു. പക്ഷേ അവിടെയും അവർക്ക് വലിയ പരാജയം. ഷാഫി പറമ്പലിനടുത്ത് 1,19,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞ് പരാജയപ്പെടുക എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരു പരാജയം. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ചില ലെഫ്റ്റ് ലിബറലുകളും ചില നിരീക്ഷകരും പറയുന്നത്
ആരെങ്കിലുമൊക്കെ തന്നെ ഞെക്കിക്കൊല്ലണമെങ്കിൽ ഇടതുപക്ഷം ഇടുന്നത് വടകരയാണ് എന്നാണ്. പണ്ട് പി ജയരാജനെ അങ്ങനെയാണ് മാറ്റി ചവിട്ടി അരച്ച് മാറ്റി നിർത്തിയത്. അതുപോലെ തന്നെ കെ ശൈലജ ടീച്ചറേയും അവിടെ കൊണ്ടു നിർത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊപ്പം എൻ്റെ തലയ്ക്കൊപ്പം വന്നാൽ തോളിനൊപ്പം ആക്കാനായിട്ട് പറ്റിയത് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുകയാണ്, വടകര കൊണ്ടിടുക. ഇപ്പോൾ രണ്ടാമത്തെ ഒരു പരീക്ഷണമാണ് പേരാവൂർ കൊണ്ടിട്ടിരിക്കുന്നു. പേരാവൂരിൽ അതിശക്തനായ എതിരാളിയാണ്. അത് മാത്രമല്ല അതൊരു കോൺഗ്രസ് മണ്ഡലം കൂടിയാണ്, ട്രഡീഷണൽ മണ്ഡലവും കൂടെയാണ്. അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക, പ്രത്യേകിച്ച് ആൻറ്റി ഇൻകമ്പൻസി ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് എത്ര പ്രഗത്ഭയാണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് കെ ശൈലജ ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഒരു പാർട്ടിക്ക് വിധേയമായി അവിടെ പോയി മത്സരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ശൈലജ ടീച്ചർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവിടെ നിന്ന് മാറി നിൽക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത്രയും സീനിയർ ആയിട്ടുള്ള നേതാവിന് മറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് തന്നെ ഗുണം ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം പോലും കെ ശൈലജ ടീച്ചർക്ക് അവിടെ ഇല്ല എന്നാണ് കേൾക്കുന്നത്. അവിടെ ഉറച്ചു നിന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതെ, അങ്ങനെ കെ ശൈലജ ടീച്ചർക്ക് അത്തരത്തിൽ ഒരു പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ടെങ്കിൽ പി കെ ശ്യാമളയ്ക്ക് ചില നെഗറ്റീവുകൾ കൊണ്ടുകൊണ്ട് ഇപ്പോൾ വളരെ പ്രശസ്തി വന്നിരിക്കുന്നു. അത് മറ്റൊരു വനിതാ താരം, അതായത് ഇതുപോലെ തന്നെ പ്രമുഖ പാർട്ടിയുടെ പ്രമുഖനായ ഗൗതം മാഷുടെ ഭാര്യ എന്നുള്ള പദവിയാണ് അവരെ ഈ MLA സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് പാർട്ടിയിലുള്ളവരും അതിൽ നിന്ന് ചാടിപ്പോയ ടി കെ ഗോവിന്ദനും അടക്കമുള്ളവർ പരാതി പറയുന്ന സാഹചര്യം. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സ്വജനപക്ഷപാതം, ഇടതുപക്ഷത്തിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത സാധനം, ഒരിക്കലും വരാൻ പാടില്ലാത്ത എന്ന് പറയുന്ന ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ അന്ന് ടി കെ ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ, അതായത് ഇടതുപക്ഷത്തോട് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പറഞ്ഞത്, അദ്ദേഹം താൻ ഈ ഉയർത്തിയ വിമതസ്വരത്തിൻ്റെ പേരിൽ, താൻ ഈ ഉയർത്തിയ എതിർപ്പിൻ്റെ പേരിൽ, വിമർശനത്തിൻ്റെ പേരിൽ തനിക്കെതിരെ വരാൻ പോകുന്ന ആരോപണം വർഗ്ഗവഞ്ചകൻ എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥ വർഗ്ഗവഞ്ചകൻ ആര് എന്നും തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തൊഴിലാളി വർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അല്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നു, 3 പ്രാവശ്യം തുടർച്ചയായി ജയിക്കുന്നു, പിന്നീട് ആ മണ്ഡലത്തിൽ നിന്ന് മാറുന്നില്ല, സ്വന്തം ഭാര്യ അവിടെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ യഥാർത്ഥ വർഗ്ഗവഞ്ചകൻ ആര് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെ. അപ്പോൾ നമ്മൾ ഈ കോട്ടാരി എന്നൊക്കെ കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയില്ലേ, അല്ലെങ്കിൽ പിന്നെ പരമ്പരാഗത കുടുംബ ആധിപത്യം, അപ്പോൾ അതിൻ്റെ ഒരു ശൈലി ഇവിടെ വരുന്നു എന്നുള്ളതാണ് ടി കെ ഗോവിന്ദൻ്റെ വിമർശനം. വളരെ വലിയൊരു വിമർശനമാണ്. അത് മാത്രമല്ല, അത് പാർട്ടിക്കകത്ത്, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ, ജില്ലാ കമ്മിറ്റിയിൽ, അത് കഴിഞ്ഞിട്ട് മണ്ഡലം കമ്മിറ്റി വന്നപ്പം അവിടെയൊക്കെ എതിർക്കപ്പെട്ട പേരാണ്. എതിർക്കുകയും ഒരു ഭാഗം പേര് അതിനോട് അനുകൂലിച്ചില്ല എന്ന് ടി കെ ഗോവിന്ദൻ പറയുകയും ചെയ്യുന്ന ഒരു പേരാണ് അവിടെ സ്ഥാനാർത്ഥിയായി കെ ശ്യാമളയുടെ പേര്. അന്ന് ഈ ആന്തൂരിലെ സാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണ വിധേയമായിട്ടുള്ള ആളാണ്. അന്ന് തളിപ്പറമ്പ് നഗരസഭ അധ്യക്ഷയായിരിക്കുന്ന സമയത്ത് അപേക്ഷ, അതായത് അദ്ദേഹം പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. അതിൻ്റെ പേരിൽ വളരെ ശക്തമായ രീതിയിൽ പാർട്ടിയിലെ പല കേന്ദ്രങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുമുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സെൻറ്ററിന്, കൺവെൻഷൻ സെൻറ്ററിന് അനുമതി കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. പക്ഷേ പി കെ ശ്യാമള ടീച്ചർ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ടി കെ ഗോവിന്ദൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. അത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ, ആ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട് പി കെ ശ്യാമള. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ആ വിധത്തിൽ നമ്മൾ അടുത്ത് തന്നെ നോക്കുമ്പോൾ പിന്നെ പ്രശസ്തയായിട്ടുള്ള ആൾ കെ രമയാണ്. കെ രമയുടെ പ്രശസ്തി എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരൻ്റെ 51 വെട്ടുകൊണ്ടുള്ള ദുർമരണമാണ്. അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോൾ ടി കെ ഗോവിന്ദനൊക്കെ ഉയർത്തിയ പോലെ, അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണനൊക്കെ ഉയർത്തിയതുപോലെ ഒരു തിരുത്തൽ ശബ്ദം ഉയർത്തുകയും പാർട്ടിയുടെ തെറ്റായ നങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 51 വെട്ടേറ്റ് മരിക്കേണ്ട അവസ്ഥ വരുന്നു. ആ അവസരത്തിൽ ഒരു കുടുംബിനിയായ, ഒരു നേരത്തെ തന്നെ സഭയുടെയൊക്കെ പ്രവർത്തകയായിരുന്നു, പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാരി ആയിരുന്നെങ്കിലും ഒരു കുടുംബിനിയായി ഒതുങ്ങിക്കഴിയാൻ താല്പര്യപ്പെട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന കെ രമ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ മരണം മൂലമുണ്ടായി. വടകരയിലെ ജനങ്ങൾ, ഒഞ്ചിയത്തെ ജനങ്ങൾ അവരെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ച് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അവർ നിയമസഭയിലും അവർക്ക് തെറ്റില്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. മികച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ശൈലിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അവരെ പ്രത്യേകതയിൽ കൊണ്ടുവരുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം ഭർത്താവിനെ 51 വെട്ടി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, അതും അദ്ദേഹം വിശ്വസിച്ച പാർട്ടിക്കാർ, അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടിക്കാർ, ആ ഒരു പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണത്തിൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ സ്ത്രീയെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അവർക്ക് സംഭവിച്ചത്.
അത് അവർക്ക് മാത്രമല്ല ഗ്രാമം മൊത്തം. കാരണം അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ടി പി ചന്ദ്രശേഖർ. എന്നിട്ട് എവിടെയും ആർക്കും ഉപകാരത്തിന് വേണ്ടി ഏത് പാതിരാത്രിക്കും പോകുന്നയാൾ. അങ്ങനെ ഒരു പാതിരാത്രിയിൽ ഒരു കല്യാണത്തിൻ്റെ സ്വീകരണം പിന്നെ അരങ്ങൊരുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരികെ സ്കൂട്ടറിൽ വരുമ്പോഴാണ്, ബൈക്കിൽ വരുമ്പോഴാണ് ഈ അപകടവും ഈ ആക്സിഡന്റ് അല്ല ഈ കൊലപാതകവും ഒക്കെ ഉണ്ടായത് എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു പിക്ചറാണ്. ഈ വിഷയത്തിൽ ഈ കൊലക്കേസിൽ കുറ്റക്കാരായി ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ അനുവദിച്ച പരോളിനെ കുറിച്ചുമൊക്കെ തന്നെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അല്ലേ? അതെ. ഇപ്പോൾ പിന്നെ കരായി രാജൻ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. അതെ. അപ്പോൾ ഒരുപക്ഷെ MLA ആയിട്ട് അദ്ദേഹം കരായി രാജൻ അസംബ്ലിയിൽ എത്തിയേക്കാം. ആ സമയത്ത് കെ രമയും ചിലപ്പോൾ ഇവിടുന്ന് അസംബ്ലിയിൽ എത്താം. അങ്ങനെ മുഖത്തോട് മുഖം നോക്കി അവർ സംസാരിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ നാളെയാണ്. അതെ. അത്തരത്തിൽ പ്രധാനപ്പെട്ട നമുക്ക് പറയാവുന്ന മറ്റൊരാളാണ് BJPയുടെ ശോഭാ സുരേന്ദ്രൻ. പാലക്കാട്ടേക്ക് വരുമ്പോൾ വളരെ പ്രമുഖയാണ്. 10 തവണയായിട്ട് വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിക്കുന്നു. പോയിടത്തെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ അവരുള്ള പ്രകടനം നടത്തുന്നു. അങ്ങനെ അവർ ശ്രദ്ധേയമായി ഒരു തീപ്പൊരി നേതാവ് എന്നുള്ള ഒരു പ്രതിച്ഛായയിലാണ്. ഒരു ക്രൗഡ് പുള്ളറാണ്. വനിതാ വോട്ടർമാരെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ആളാണ്. അതെ, യുവജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ പ്രതിച്ഛായയോട് കൂടിയാണ് പാലക്കാട്ടേക്ക് മത്സരത്തിന് അയക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ട്. പിന്നെ അടുത്തത് നമുക്ക് പറയാവുന്നത് പത്മജയാണ്. തൃശ്ശൂരിലേക്ക് വരും. അതെ, തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ പുത്രി എന്നതിനുപരി, കെ മുരളീധരൻ്റെ സഹോദരി എന്നതിനുപരി സ്വന്തമായിട്ട് പാർട്ടി പ്രവർത്തനത്തിൽ വ്യക്തിത്വം ഉണ്ടാവുകയും 2016-ലും 2021-ലും തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ഭേദപ്പെട്ട വോട്ട് പിടിച്ച് 2ാം സ്ഥാനത്തൊക്കെ വന്ന് വീര്യം കാണിച്ച ഒരു കോൺഗ്രസ് നേതാവാണ്. അവർ കോൺഗ്രസ് നേതാവായിരുന്നു. അവരിപ്പോൾ BJPയിലേക്ക് വന്നിരിക്കുന്നു. BJP അവർക്ക് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരുടെ സ്വന്തം വോട്ടുകളും BJPയുടെ വോട്ടുകളൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു വനിതാ രത്നമാണ് ആ വിധത്തിൽ പത്മജ. അതെ, കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് എന്ന് പേരെടുത്ത കെ കരുണാകരൻ്റെ മകൾ അങ്ങനെ BJP പാളയത്തിൽ നിന്നും പടനയിച്ച് തിരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത അവിടെയുണ്ട്. പിന്നെ നമുക്ക് അത്തരത്തിൽ പറയാവുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഐഷ പൊറ്റിയാണ്. കൊട്ടാരക്കരയിൽ ഐഷ പൊറ്റിയുടെ ഒരു പ്രത്യേകത, അവർ ജനങ്ങളിലേക്ക് പെട്ടെന്ന് സംവേദിച്ച് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ആർ ബാലകൃഷ്ണപിള്ളയെ തൻ്റെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിയ ആളെന്നുള്ള നിലയിൽ, പിന്നീട് CPMൻ്റെ MLA എന്നുള്ള നിലയിലൊക്കെ കൊട്ടാരക്കരയ്ക്ക് വളരെ തൃപ്തിയുള്ള സ്വീകാര്യതയുള്ള നേതാവായിരുന്നു. പക്ഷേ അവരെ പിന്നീട് അവരുടെ ഭാഷ്യത്തിൽ അവരെ പിന്നീട് പാർട്ടി ഒതുക്കിയെന്നും അങ്ങനെ നിന്ന് ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് അവർക്ക് വരാനും കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ അവിടെ മത്സരിക്കാനുമുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട വനിതാ രത്നം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഈ മറ്റ് ഒരുപാട് പ്രധാനികൾ ഉണ്ടെങ്കിലും ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഒരു 3 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പെൺകുട്ടികളുടെ രീതിയിലാണ് അവരുടെ നടപ്പും ശരീരഘടനയും വർത്തമാനവും പ്രചരണ രീതികളുമൊക്കെ ഹഠാത് ആകർഷിക്കുന്ന ജനസമൂഹത്തിനെ മനസ്സ് പിടിച്ചടക്കുന്ന സ്ത്രീകളാണ്. അവരിൽ ഒന്നാമത്തേത് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഫാത്തിമ തഹ്ലിയയാണ്. കാരണം ഈ നർച്ചക്കോഴി എന്ന പോലെ ലീഗ് വിട്ടുകൊടുത്ത ഒരാളാണ് ഫാത്തിമ തഹ്ലിയ. വിട്ടുകൊടുത്ത സ്ഥലം പേരാമ്പ്രയാണ്. മത്സരിക്കുന്ന നേതാവ് ഇടതുമുന്നണിയുടെ കൺവീനർ ടി പി രാമകൃഷ്ണനാണ്. അപ്പോൾ ടി പി രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മണ്ഡലത്തിൽ സുപരിചിതനാണ്. 20,000-ന് മേലെ വോട്ടിന് അവിടെ നിന്ന് ജയിച്ച ആളാണ്. അപ്പോൾ അവിടെ ഫാത്തിമ തഹ്ലിയ ഒരു കാരണവശാലും ജയിക്കേണ്ട ഒരു ഇതാണെന്ന് ആദ്യം നമ്മളാരും കരുതിയില്ല. പക്ഷേ ഇപ്പോൾ മത്സരം മുറിയപ്പോൾ ഫാത്തിമ തഹ്ലിയ അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. ഒരു തീപ്പൊരി നേതാവിനെ പോലെ ഒരു വനിതാ തീപ്പൊരിയായിട്ട് അവിടെ പിന്നെ പ്രചരണ രംഗത്ത് നിൽക്കുന്നു. അതിനോടൊപ്പം ഈ ചില വിവാദങ്ങളും കൂടെ ഒക്കെ വന്നപ്പോൾ അവരുടെ
ജാതി പറഞ്ഞ് മതം പറഞ്ഞൊക്കെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ വിവാദങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനിൽ പരാതിയൊക്കെ വന്നെങ്കിലും അത് ഇപ്പോൾ തള്ളിപ്പോയി എങ്കിൽ പോലും ആ വിധത്തിലൊക്കെ അവർ കേരളം ഒട്ടുക്ക് ഇപ്പോൾ പ്രശസ്തിയായിരിക്കുകയാണ്. വോട്ടർമാരെ അവർക്ക് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്വാധീനിക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയും വാചകവുമുള്ള ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് വരെ തോന്നി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരാളാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന ആതിര ഡി നായർ, NDA സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി, 2020 സ്ഥാനാർത്ഥി. അപ്പോൾ അവിടെ മത്സരിക്കുന്നത് ആരാണ്? നമ്മുടെ മന്ത്രിയായ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ. പിന്നെ ശബരിമല വിഷയങ്ങളൊക്കെ വന്നിട്ടും അത് അദ്ദേഹത്തെങ്ങും കൊള്ളാതെ മാറി നിന്ന് പടവെട്ടാൻ കഴിഞ്ഞിട്ടുള്ള VN വാസവനാണ്. വാസവന് അതിനേക്കാൾ ഉപരി വാസവന് മണ്ഡലത്തിൽ ഉള്ള സ്വാധീനം, മണ്ഡലം മാത്രമല്ല കോട്ടയം മൊത്തം അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വാധീന ശക്തിയുണ്ട്. എവിടെ ചെന്നാലും അദ്ദേഹത്തിനൊരു സമ്മതിയുണ്ട്. ആൾക്കാരോട് നമ്മൾ CPMൻ്റെ നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പരുഷൻ വാചകത്തിന് പകരം ഒരു സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും, ഈ KK ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞ പോലെ എപ്പോഴും ഒരു അടുപ്പത്തിൽ നമ്മളോട് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭാഷണ ശൈലി, അപരിചിതനോട് പോലും സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സംഭാഷണ ശൈലിയുള്ള ആളാണ് ഇദ്ദേഹം, VN വാസവൻ. അദ്ദേഹത്തിനെതിരെ നല്ല ഒന്നാന്തരം ഒരു പോരാട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള അതാണ്, 25 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആതിരയ്ക്കുണ്ട്. ചെറുപ്പത്തിൻ്റെ കരുത്ത്, എക്സ്പീരിയൻസിൻ്റെ മൂർധനത്തിൽ നിൽക്കുന്ന VN വാസവനോട് ഏറ്റുമുട്ടുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുണ്ട്. അത് രണ്ടും കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ജനങ്ങൾക്ക്. ഏറ്റുമാനൂരിൽ ജനങ്ങൾക്ക് കരുത്തനായ എക്സ്പീരിയൻസ്ഡായ വാസവൻ വേണോ, അതോ ഇപ്പോൾ ഒരു കുഞ്ഞാറ്റക്കളി പോലെ ഇവിടെ പാറിപ്പറന്ന് നടക്കുന്ന ആതിര വേണോ, എന്നൊരു യുവത്വത്തിൻ്റെ ചെറുചുറുക്കുള്ള ആതിര വേണമോ എന്നൊരു ചിന്തയിൽ അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവിടെ നാട്ടകം സുരേഷ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഒരു ഉശിരൻ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളെന്നുള്ള നിലയ്ക്കും അവിടെ നല്ല സുപരിചിതനാണ്, എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാവുന്നയാളാണ്. ഇതെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിട്ടും അവിടെ ഈ ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് പ്രത്യേക ഒരു ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം NDAക്ക് വോട്ടുമുള്ള സ്ഥലമാണ്, BJP വോട്ടുള്ള സ്ഥലമാണ്. BJPക്ക് വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആതിരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ ആ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഒരു BJP സ്ഥാനാർത്ഥിയാകാമായിരുന്നില്ല, അവിടെ കൊടുക്കേണ്ടതായിരുന്നില്ല. അവിടെ BJP സ്വന്തം സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കണമായിരുന്നു. ഏറ്റുമാനൂർ 2020ക്കും അതുപോലെ വോട്ടുണ്ട്. വേറെ പ്രത്യേകത, ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 2020ക്ക് നന്നായി വോട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കിടയിൽ നല്ല വോട്ടുണ്ട്. അതും BJPയുടെ വോട്ടും കൂടെ വന്നാൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് അവിടെ പോയി ഒരു ത്രികോണ മത്സരം ഇപ്പോൾ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ആതിര. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് തൃക്കാക്കരയിൽ തൃപ്പൂണിത്തറയിൽ അഞ്ജലി നായരും ഇതുപോലെ സിനിമാ താരത്തിൻ്റെ ഒരു പരിവേഷവും ചെറിയ രാഷ്ട്രീയത്തിൻ്റെ മുഖവും ഒക്കെയുള്ള 2020യുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാവരും മുഖത്ത് വിരൽ വെച്ചു. അവിടെ സാബുവും ജേക്കബിനും മത്സരിച്ചുകൂടായിരുന്നോ എന്ന് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇപ്പോൾ അഞ്ജലി നായരെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അഞ്ജലിക്ക് അവിടെ ഒരു ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ശ്രദ്ധ നേടാൻ കഴിയുന്നുണ്ട്. കാരണം തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് പുതിയതായി BJPക്ക് കുറച്ച് വോട്ടുകൾ കിട്ടിയ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ വളരെ ഹോൾഡുള്ള ഒരു സ്ഥലമാണ്. ബാക്കി ചില സ്ഥലങ്ങളിൽ 2020ക്കും കൂടെയുള്ള ഹോൾഡ് വെച്ചിട്ടാണ് അവിടെ ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെയും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും അവിടെ ദീപക് ജോയ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ സമർത്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അതിനോടൊപ്പം KN ഉണ്ണികൃഷ്ണൻ, പിന്നെ മുൻ MLA, അത് വൈപ്പിനിലെ MLA ആയിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇവിടെ മാറി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നല്ല ത്രികോണ മത്സരം അവിടെ നടക്കുകയാണ്. ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതും ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ഡോക്ടർ R ബിന്ദു ഇരിഞ്ഞാലക്കുടയിൽ മത്സരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ തോമസ് ഉണ്ണിയാടനുമായിട്ട് ഉള്ള ഒരു മത്സരമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഷാനിമോൾ ഉസ്മാനാണ് അരൂറിൽ. അവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA കൂടിയായ ദലീമയുമായിട്ടാണ്, CPMൻ്റെ. അവിടെയും വലിയൊരു പോരാട്ടം നടക്കുകയാണ്. രണ്ട് സ്ത്രീ രത്നങ്ങൾ തമ്മിലുള്ള ഒരു ഉഗ്രൻ പോരാട്ടം നടക്കുകയാണ്. പിന്നെ കടത്തുരുത്തിയിൽ നമുക്ക് പറയാമെങ്കിൽ മോൻസി ജോസഫുമായി മത്സരിക്കുന്നത് നിർമ്മല ജിമ്മിയാണ്. അവർ പാലാ മുനിസിപ്പാലിറ്റിയിൽ
പലതവണ വിജയിക്കുകയും ഔദ്യോഗിക പദവികളൊക്കെ വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഡിവിഷനിലേക്കൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ വളരെ പ്രശസ്തയായിട്ടുള്ള സ്ത്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ ആറന്മുളയിലേക്ക് വന്നാൽ നമുക്ക് വീണ ജോർജ്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആ മണ്ഡലത്തിൻ്റെ. വീണ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ കണ്ണിലുണ്ണിയാണ്. സഭയുടെ തന്നെ വേണ്ടപ്പെട്ട ഒരാളാണ് അബിൻ വർക്കി. അബിനും അവിടെ മത്സരിക്കുന്നുണ്ട്. അബിനും അവിടെ മത്സരിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് നായന്മാർക്കും ഈഴവർക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലവും കൂടിയാണ് ആറന്മുള. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കുമ്മനം രാജശേഖരനും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ ത്രികോണ മത്സരം നടക്കുകയാണ്. അപ്പോൾ വീണ ജോർജിന് കഴിഞ്ഞ തവണ അവർ നേടിയ പോലെ ഒരു പെർഫോമൻസ് 60,000-ലധികം വോട്ട്, വലിയ ഭൂരിപക്ഷമൊക്കെ കിട്ടുമോയെന്നുള്ളത് സംശയകരമാണെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. കാരണം ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കുറേയേറെ വിഷയങ്ങൾ വന്ന് വീണ ജോർജ് തന്നെ ഒട്ടേറെ ട്രോളുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. പക്ഷേ ആൻറ്റി ഇൻകമ്പൻസിയുടെ ഒന്നാം പ്രതി വീണ ജോർജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. ഈ അബിൻ വർക്കിയെ കാലുവാരാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ തന്നെ ആൾക്കാർ ശ്രമിക്കുന്നതായുള്ള ചില ശ്രുതി ഞാൻ കേട്ടു. അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവിടെ കോൺഗ്രസ്സുകാരുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും ഈ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചാൽ പിന്നീട് അത് അയാളുടെ മണ്ഡലമായി മാറും. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി മോഹികൾ, സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരൊക്കെ തന്നെ ആ പുറകിൽ നിന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ മത്സരിക്കുന്നവനിട്ടൊന്ന് പണിയാൻ ശ്രമിക്കും. കാരണം ഇവൻ അങ്ങനെ വിജയിച്ചു പോകണ്ട എന്നൊരു തോന്നൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കോൺഗ്രസിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒഴിച്ച് ആര് മത്സരിച്ചാലും ഒരു പാര കാണും അവിടെ. അത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണ്. പക്ഷെ ഒരു ഗുണമെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവർക്ക് ഈ പാർട്ടി കേഡർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു 500,000 പ്രവർത്തകരായിരിക്കും കൂടിപ്പോയാൽ ഈ ശല്യം ചെയ്യുന്നത്. 1,50,000 60,000 വോട്ട് വരുന്നിടത്ത് ഈ 500,000 ഒന്നും വലുതായിട്ട് കേൾക്കില്ല. പിന്നെ കടുത്ത പാരകൾ വല്ലതും വന്നാൽ, പ്രവർത്തനത്തിനെ ബാധിക്കുന്ന വിധത്തിൽ വല്ലതൊക്കെ വന്നാൽ പ്രശ്നമായി വരുള്ളൂ. അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായി വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കെ മുരളീധരന് പാരയുണ്ട്, VD സതീശന് പാരയുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് പാരയുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങനെ കോൺഗ്രസിനകത്ത് ഇതുപോലത്തെ ചില പാരകൾ ഇങ്ങനെ പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അവിടെ അബിൻ വർക്കി വളരെ മിടുക്കനാണ്. അബിൻ വർക്കിക്ക് ശരിക്കും പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവേണ്ട ആളാണ്. അബിൻ മിടുക്കനാണ്. എനിക്ക് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയത് ഷാഫി പറമ്പലിൻ്റെ ഒരു കളി കൊണ്ടാണ്. അവിടെ ഒരു സൂത്രത്തിൽ കുറേ മെമ്പർഷിപ്പുകൾ ഒപ്പിച്ചു. 1,00,000-ലധികം മെമ്പർഷിപ്പുകൾ KSUവിലേക്ക് കൃത്രിമമായി സൃഷ്ടിച്ചു എന്നൊക്കെയാണ് അതിനുള്ള പരാതികൾ പറയുന്നത്. ഇല്ലെങ്കിൽ അബിൻ വർക്കി എന്നുള്ള ആളിനായിരുന്നു അവിടെ ഭൂരിപക്ഷം കിട്ടുക. ഒന്നാമത്തെ ആളായിട്ട് വന്നേനെ, അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആയതിന്. പക്ഷേ രണ്ടാമത് ഒന്ന് വൈസ് പ്രസിഡൻ്റായി. പിന്നെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കവേ തന്നെ പ്രസിഡന്റ് മാറിയപ്പോൾ വൈസ് പ്രസിഡന്റിന് കൊടുക്കാതെ അതിൻ്റെയും 4-ാമത്തെ 5-ാമത്തെയോ ആളിനെയാണ് പിന്നെ പ്രസിഡന്റായിട്ട് കൊടുത്തത് എന്നൊക്കെയുള്ള പരാതികൾ തഴയപ്പെട്ട് നിൽക്കുന്ന ആളാണ് അബിൻ വർക്കി എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഈ വനിതകളുടെ കാര്യം പറയുമ്പോൾ കോങ്ങാട് നമുക്ക് ഉപേക്ഷിക്കാനൊക്കില്ല. 3 വനിതകൾ ഒന്നിച്ച് പോരടിക്കുന്ന ഏകമണ്ഡലമാണ്. ത്രിമൂർത്തികൾ എന്ന പോലെ നിൽക്കുകയാണ്. കെ ശാന്തകുമാരി CPM-ന് വേണ്ടിയിട്ട്, KM തുളസി കോൺഗ്രസിന് വേണ്ടിയിട്ട്, രേണുക സുരേഷ് BJPക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ 3 പേരും മത്സരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ആ മണ്ഡലത്തിന് ഉള്ളത്. യു പ്രതിഭ മത്സരിക്കുന്ന കായംകുളമാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. വനിതകളുടെ പേരിൽ വരുമ്പോൾ യു പ്രതിഭയും ലിജുവാണ് അവിടെ മത്സരിക്കുന്നത്. അവരുടെ പോരാട്ടം വളരെ കനത്ത പോരാട്ടമാണ്. അതിലാരാണ് മുന്നോട്ടെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. മറ്റൊന്ന് ജെ ചിഞ്ചുറാണി മത്സരിക്കുന്ന ചടയമംഗലമാണ്. ചടയമംഗലത്ത് ഇത്തവണ ചിഞ്ചുറാണിക്ക് ചില വിഷമമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ വിഷമം വരാൻ പാടില്ലാത്തതാണ്. കാരണം ചടയമംഗലം എന്ന് പറയുന്നത് CPIയുടെ ആചാര്യന്മാർ MM ഗോവിന്ദൻ നായരായാലും E ചന്ദ്രശേഖരൻ നായരായാലും തുടങ്ങി വളരെ പ്രമുഖർ മത്സരിച്ച് ജയിച്ചിട്ടുള്ള, എന്നും CPIക്ക് കോട്ട, പുനലൂർ പോലൊരു കോട്ടയാണ് ചടയമംഗലം. അവിടെ നിന്ന് ജയിക്കേണ്ടതാണെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും അതുപോലെ തന്നെ വിദ്യാബാലൻ എലത്തൂർ മത്സരിക്കുകയാണ്. വിദ്യാബാലൻ ഇത്തവണ നമ്മുടെ ശശീന്ദ്രന് വലിയൊരു വെല്ലുവിളി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ. അദ്ദേഹം കനത്ത വെല്ലുവിളി നേരിടുന്നു എന്നാണ് അറിയുന്നത്. പിന്നെ കോട്ടയ്ക്കൽ പ്രീതി ഉണ്ട്. ബത്തേരിയിൽ SS കവിത BJPക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് നമ്മൾ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞല്ലോ, ഫത്തിമ തെഹ്ലിയ, പേരാമ്പ്ര. അതുപോലെ ഒരു നേർച്ചക്കോഴി പോലെ വിട്ട ആളാണ് കൂത്തുപറമ്പിൽ ജയന്തി രാജൻ. നല്ല പ്രവർത്തകയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട
ഒരു വനിതാ രത്നമാണ്. അവർ വളരെ ഭംഗിയായിട്ട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്നെ വനിതാ വിഭാഗത്തിൻ്റെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറി മറ്റാണ് അവർ. അങ്ങനെ നല്ല പാരമ്പര്യമുള്ളൊരു മിടുക്കിയാണ്. പക്ഷെ അവർക്ക് കുത്തുപറമ്പിൽ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പിന്നെ പറവൂര് ഈ വി ഡി സതീശനും ഡെന്നിസ് മാഷും ഒക്കെ മത്സരിക്കുന്നിടത്ത് BJP ഇറക്കിയിരിക്കുന്നത് വത്സല പ്രസന്നകുമാർ എന്നുള്ള ഒരു സ്ത്രീരത്നത്തിനെയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടും അവിടെ വത്സല ഒരു പ്രധാനിയാകുകയാണ്. കാരണം ഈ 2 കേമന്മാർ പോരിടുന്നിടത്ത് വന്നിരിക്കുന്നുള്ളത്. പിന്നെ ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ പറയുമ്പോൾ തൃശ്ശൂരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നാട്ടികയിലാണ് നടക്കുന്നത്. അവിടെ ഗീതാ ഗോപി MLA ഉണ്ട്. ഗീതാ ഗോപി MLAയുടെ മത്സരത്തിന് പ്രത്യേകത വരുന്നത് അവിടെ പിന്നെ നമ്മുടെ CC മുകുന്ദൻ അവിടെ ഒരു വിമതനായിട്ടും കൂടെ മത്സരിക്കുകയാണ്. അദ്ദേഹം BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. പിന്നെ കോഴിക്കോട് നവ്യ ഹരിദാസ്, ഞാനത് ഇടയ്ക്ക് പറഞ്ഞു പോയൊരു കാര്യമാണ്. നവ്യ ഹരിദാസ് നല്ല പ്രകടനം കാഴ്ചവെച്ച ആളാണ്. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ അവിടെ BJPയുടെ കാൻഡിഡേറ്റായിട്ട് വന്ന് വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ആളാണ്. പിന്നെ അതുപോലെ തന്നെ നവ്യ ഹരിദാസ് പറയുമ്പോൾ രമ്യ ഹരിദാസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിറയൻകീഴ് മത്സരിക്കുന്ന രമ്യ ഹരിദാസ് പുറത്തു നിന്ന് വന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആദ്യമൊക്കെ പേരുദോഷം കേട്ടു എങ്കിലും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൽ ഈ ടാലന്റ് ടെസ്റ്റ് വഴി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്ത ആളാണ് ഈ രമ്യ ഹരിദാസ്. അത് ഇവിടെയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് വോട്ടേഴ്സിനിടയിലേക്ക് കടന്നു കയറുവാൻ അവർക്ക് ഒരു സ്മൂത്തായിട്ട് അവരെ അവിടെ എൻ്റർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ടാലന്റ് ടെസ്റ്റിൽ മിടുക്കാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാലന്റ് വേണമല്ലോ. അതെ, പാട്ട് പാടാൻ അറിയാം, ആളുകളോട് സമീപിക്കുന്ന രീതി അറിയാം, സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ആ ഒരു പ്രത്യേകത അവർക്കുണ്ട്. പിന്നെ സ്മിത സുന്ദരേശൻ വർക്കല ഈ വിധത്തിൽ നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരാളാണ്. ഞാൻ മാനന്തവാടിയിൽ ഉഷാ വിജയൻ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കാസർഗോഡ് സ്ഥാനാർത്ഥിയെക്കുറിച്ചും കാസർഗോഡ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കാസർഗോഡ് ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. മിക്കവാറും 1 or 2 സ്ഥാനങ്ങളിലേക്ക് എത്താവുന്ന ML അശ്വനിയുടെ പെർഫോമൻസ് അവിടെ ഡിവിഷനിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഡിവിഷനിൽ വിജയിക്കാൻ കഴിഞ്ഞ കൗൺസിലറാണ്, പഞ്ചായത്ത് അംഗമാണ്. അതുപോലെ തന്നെ BJPയുടെ കാസർഗോഡ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിതാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അശ്വിനിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആറ്റിങ്ങൽ OS അംബിക മത്സരിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ CPIയുടെ MS താര മത്സരിക്കുന്നു. ആറ്റിങ്ങലിൻ്റെ കാര്യം പറയുമ്പോൾ OS അംബിക കഴിഞ്ഞ പ്രാവശ്യവും വിജയിച്ചു വന്ന ആളാണ്. ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ ഒരു വേരുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ ഭദ്രമായൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആര് നിന്നാലും ജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ആറ്റിങ്ങലിൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ആ ഒരു ഭൂരിപക്ഷം ഒക്കെ തന്നെ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. വളരെ ശക്തമായ പോരാണ് അവിടെ P. സുധീറിൽ നിന്നും സന്തോഷ് ഭദ്രനിൽ നിന്നും അവർ നേരിടുന്നത് എന്നാണ് പറയുന്നത്. UDFൻ്റെ കാൻഡിഡേറ്റിൽ നിന്നും BJP കാൻഡിഡേറ്റിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു കൂടാതെ തന്നെ ഒരു MLA വിരുദ്ധ വികാരം വളരെ അപൂർവമായി മാത്രം ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന MLA വിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നു എന്നുള്ള സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യവും ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ് തൃക്കാക്കര ഉമാ തോമസ് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. MLA എന്നുള്ള നിലയിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച ഒരാളാണ്. പുഷ്പദാസ് CPMൻ്റെ അവിടെ കൗൺസിലർ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അവിടെയും ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ നമ്മുടെ മാരാർ കൂടെ മത്സരിക്കുന്നുണ്ട്. അവിടെ നല്ല ഒരു ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് വട്ടിയൂർക്കാവിലേക്ക് പോകാൻ തോന്നും. പിന്നെ വട്ടിയൂർക്കാവിൽ പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീലേഖ മുൻ IPS അത് അവരുടെ പെർഫോമൻസ് നമ്മുടെ കൗൺസിലർ എന്ന നിലയ്ക്ക് നല്ലൊരു വിജയം ശാസ്ത്രമംഗലത്ത് കരസ്ഥമാക്കി. അതേ മണ്ഡലത്തിൽ അതേ വാർഡ് വരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇപ്പോൾ
നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നു. ഒരു കടുത്ത ത്രികോണ മത്സരം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വനിതാ IPS, ആദ്യത്തെ വനിതാ DGP എന്നീ നിലകളിലൊക്കെ വളരെ പ്രശസ്ത. അതുപോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ വന്നാൽ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാതെ, അതിർവരമ്പുകളില്ലാതെ ആൾക്കാരുമായി ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു വനിത എന്നീ രീതികളിൽ അവർ വളരെ പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൻ്റെ ഒരു സവിശേഷ ഡെമോഗ്രഫി വെച്ചു അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം വെച്ചൊക്കെ നോക്കുമ്പോൾ ഇവിടെയെല്ലാം കൂടുതൽ ഒരു എലൈറ്റ് ക്ലാസ് കൂടുതലുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി അവർ പ്രത്യേകം നോക്കാറുണ്ട്. അവരുടെ അവർക്കുള്ള പ്രശ്നം ഇപ്പോൾ ഇവിടെ 3 സ്ഥാനാർത്ഥി മികവുറ്റതാണ്. കെ മുരളീധരൻ എന്ന് പറഞ്ഞ മികച്ച ഒരു കോൺഗ്രസ്സുകാരൻ നിൽക്കുന്നു. പ്രശാന്ത് വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞ് മുൻ മേയറും ഒക്കെ ആയിരുന്ന MLA ആയിരുന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയ പ്രശാന്ത് മത്സരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീദേവി മത്സരിക്കുന്നതും കൂടെ ആകുമ്പോൾ, ശ്രീലേഖ മത്സരിക്കുമ്പോൾ ഒരു കടുത്ത പോരാട്ടം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവുക. ശ്രീലേഖ ഏറ്റുമുട്ടുന്നത് 2 കൊമ്പന്മാരോടാണ്. ഒന്ന് ഒരു ലക്ഷണമൊത്തൊരു കൊമ്പൻ അല്ലെ, കേരള രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായൊരു സാന്നിധ്യമായ കെ മുരളീധരൻ. അദ്ദേഹം വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് തെളിയിച്ച വ്യക്തിത്വമാണ്, നേതാവാണ്. പക്ഷേ ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഒട്ടേറെ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ എത്താമായിരുന്ന സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരാളും കൂടെയാണ്. അത് ദുഃഖത്തോടെ പറയേണ്ടതാണ്. പിന്നെ മുത്താര രാജ് മാവേലിക്കര മത്സരിക്കുന്നു. സംവരണ സീറ്റാണ്. അവിടെ ഒരു ജൂഡോ താരം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ലിയോക്കൊക്കെ പ്രത്യേകം താല്പര്യം കാണും, സ്പോർട്സ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ജൂഡോ താരമാണ് മുത്താര രാജ്. നല്ല പെർഫോമൻസ് നടത്തുന്നു എന്നാണ് അറിയുന്നത്. പിന്നെ കയ്പമംഗലത്ത് അതുല്യ ഘോഷ്, സംഗീത വിശ്വനാഥൻ, ഉടുമ്പൻചോല, BD ജയസ്, ഇത് രണ്ടും BD ജയസിൻ്റെ സ്ഥാനാർത്ഥികളാണ്. അനിത തോമസ് വൈപ്പിനിൽ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 47ഓളം വനിതകൾ, പ്രമുഖ വനിതകൾ നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. അവരിൽ ആരൊക്കെ ജയിച്ചു വരും, ആരൊക്കെ മുന്നോട്ട് വരും നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വനിതകൾ വന്നിട്ടുള്ള 1996-ലാണ് 13 വനിതകൾ. അതിൽ തന്നെ പിന്നെ പ്രമുഖർ എന്ന് പറയുന്നതെല്ലാം ഇടതുപക്ഷത്തു നിന്ന് വന്നവരാണ് നമുക്ക് കാണാം. വനിതകൾ വന്നിട്ടുള്ളതിൽ തന്നെ പ്രമുഖർ ഇടതുപക്ഷത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. KR ഗൗരി അമ്മയായാലും, സുശീല ഗോപാലനായാലും, ശൈലജ ടീച്ചറായാലും, പിന്നെ ഭാർഗവി തങ്കപ്പനായാലും, ആദ്യത്തെ പ്രോടൈം സ്പീക്കറായിരുന്ന റോസമ്മ പുനൂസ്, അത് എടുത്തു പറയേണ്ടതാണ്. 1957-ൽ 5 വനിതകൾ ജയിച്ചു വന്നിട്ട് പ്രോടൈം സ്പീക്കറായിട്ട്, ആദ്യത്തെ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട്, പ്രോടൈം സ്പീക്കർ അങ്ങനെയുള്ള ഏറ്റവും പ്രായമായ ആളിനെയാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെ പ്രോടൈം സ്പീക്കറായിട്ട് വന്ന് അവിടെ സ്ഥാനം ഉറപ്പിച്ച ആളാണ് റോസമ്മ പുന്നൂസ്. അവരുടെ ഒന്നും പേര് മറക്കാൻ പറ്റില്ല. 52 പേരുകളിൽ നമുക്ക് ഓർത്തെടുക്കേണ്ട പേരുകളാണ്. അതുപോലെ സമീപകാലത്ത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് PK ശ്രീമതി ടീച്ചർ വളരെ ഗംഭീര പ്രകടനമല്ലേ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗം, ഈ ആരോഗ്യ വകുപ്പിന് വളരെ കരുത്ത് പകർന്ന പ്രകടനം കാഴ്ചവെച്ച മന്ത്രിയായിരുന്നു PK ശ്രീമതി ടീച്ചർ. അത് അടിസ്ഥാനപരമായി അടിത്തട്ടിലേക്ക് അതിനെ വ്യാപിപ്പിച്ചു, ഉള്ളതിനെ ഡെവലപ്പ് ചെയ്തു, ഒട്ടേറെ സ്പെഷ്യാലിറ്റീസ് കൊണ്ടുവന്നു. ഈ നമ്മുടെ ഈ സാധാരണ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ തന്നെ ഇത്രയും മികച്ചതാക്കിയത് PK ശ്രീമതി ടീച്ചറുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ആ കാലയളവിലാണ് ഒരു സംഭവം, ഒരു സത്യം എന്തെന്ന് വെച്ചാൽ, പലരും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് PK ശ്രീമതി ടീച്ചർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതിനനുസരിച്ച് പേര് കേൾക്കാതെ പോയ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രശസ്തി കിട്ടാതെ പോയ, കിട്ടിയത് ഈ PK ശ്രീമതി ടീച്ചറുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് കിട്ടിയത് കോവിഡും വന്നപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പ്രത്യേക ഒരു സ്ഥാനം വന്നു, പ്രത്യേക ശ്രദ്ധ വന്നു. അതിനോടൊപ്പം ബോൾഡായിട്ടുള്ള ചില പെർഫോമൻസുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ KK ശൈലജ ടീച്ചർ കുറച്ചുകൂടെ പെർഫോമൻസ്. മറ്റൊന്നെടുത്ത് പറയേണ്ടത് PK ശ്രീമതി ടീച്ചർ, നമ്മളിപ്പോൾ വനിതാ ജനപ്രതിനിധികളെ കുറിച്ച് പറയുന്നുണ്ട്. PK ശ്രീമതി ടീച്ചറുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് ആണ്. ഈ സാധാരണക്കാരെ പോലെ ഈ സ്റ്റാഫ് അല്ലെങ്കിൽ ഈ ജീവനക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവരോട് സംസാരിക്കുന്നു, ഒപ്പം തന്നെ അറിവുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നു, ഉൾക്കൊണ്ട് നടപ്പിലാക്കാൻ. എനിക്കെല്ലാം അറിയാം, ഞാനാണ് എല്ലാം എന്നുള്ള ആ ഒരു മനോഭാവമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഈ ക്വാളിറ്റി ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും അത് നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതിനെല്ലാം തന്നെ നല്ല സപ്പോർട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ VS അച്യുതാനന്ദൻ കൊടുക്കുകയും ചെയ്തു, ഒരു ഫ്രീഡം കൊടുക്കുകയും ചെയ്തു. അപ്പം
ടീച്ചർക്ക് പാർട്ടിയിലും ഉന്നത സ്ഥാനമുണ്ടായിരുന്നല്ലോ അന്ന്. അതെ. പക്ഷേ ഞാൻ കരുതിയത് അന്നത്തെ ആ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പാർട്ടിയിൽ കൂടുതൽ ഉയരത്തിലേക്ക് ടീച്ചർക്ക് പോകാൻ സാധിക്കുമെന്നായിരുന്നു. പിന്നീട് പക്ഷേ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, തോളോളം എത്തിയാൽ അരയോളം നിന്നാൽ മതി എന്ന് പറയുന്ന ചില സമീപനങ്ങൾ അതിലും ഉണ്ടായിരുന്നു. എല്ലായിടത്തും സംഭവിക്കാറുണ്ട്. അതൊക്കെയാണ് അവർക്കും ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ വനിതാ പിന്നെ MLA-മാരെയും മന്ത്രിമാരെയൊക്കെ വന്നിട്ടുള്ളത്. ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരി, അവർ 10 പ്രാവശ്യം അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ഒരേ ഒരു സങ്കടമുള്ളത് KR ഗൗരി അമ്മ മുഖ്യമന്ത്രിയാകാതെ പോയതാണ്. അത് കേരളത്തിൻ്റെ ആകെ സങ്കടമായി. കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രിയാകും എന്നുള്ളത് നമ്മൾ കേട്ട് ശീലിച്ച ഒരു ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച പീഡനങ്ങൾ സഹിച്ച ഒരു പ്രമുഖ നേതാവ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് ഇല്ല, എനിക്ക് സംശയമാണ്. വനിതകളിൽ പ്രത്യേകിച്ച് അതാണ്. എത്രയോ മർദ്ദനമേറ്റു, എത്രയോ തവണ ജയിലുകളിൽ അല്ലേ, കസ്റ്റഡി. അതുപോലെ അത് മാത്രമല്ല, എഫിഷ്യൻസിയുടെ കാര്യത്തിലോ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ. IAS-കാരോട് പോലും ഇത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം, എത്രയോ ശരിയല്ല, കൂടുതൽ നാൾ നിയമസഭാംഗമായിരുന്നു, കൂടുതൽ നാൾ മന്ത്രിയായിരുന്ന, ഫയലുകൾ നോക്കുന്നതല്ലേ. ഇപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിമാരൊന്നും ഫയൽ നോക്കാറില്ല, പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഫയൽ നോക്കുന്നത്, മനസ്സിലല്ലേ. എന്നിട്ട് അവസാനം ഇവിടെ ഒപ്പിട്ടേക്ക് മാഡം, അല്ലെങ്കിൽ ഇവിടെ ഒപ്പിട്ടേ സാറ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇടുന്നതാണ് പതിവ്. പക്ഷേ ഇത് ഓരോ പേജും നോക്കിയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത്. എത്ര ടൈമാണ് ഇതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം സ്ട്രെയിൻ എടുത്തിട്ടുള്ളവരാണ് അവരൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ കാർഷിക ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. അത്രയ്ക്കുള്ള നോളജ് അവർക്കുണ്ട്, അത്രയ്ക്കുള്ള ഭരണ നൈപുണ്യം അവർക്കുണ്ട്. തെറ്റെവിടെ ഉണ്ടെന്നുള്ളത് ഉടൻ കണ്ട് പറയാൻ കഴിയുന്ന പ്രത്യേകതകൾ, ആർജവമുണ്ട്, കപ്പാസിറ്റി ഭയങ്കരമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു മികച്ച മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി. അതെ, അതാണ് നമുക്ക് വിഷമം തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രിമാർ ഇനിയും പലരും ഉണ്ടാവും, പക്ഷേ വനിതാ മുഖ്യമന്ത്രിമാരിൽ അപൂർവം ചിലരുടെ പേരുകൾ കേട്ടതിലൊന്ന് KK ശൈലജ ടീച്ചർ ഇപ്പോൾ കേൾക്കുന്നത് പോലെ അന്ന് KR ഗൗരി അമ്മയായിരുന്നു. പിന്നെ സുശീല ഗോപാൽ. അല്ല, നമുക്ക് ഇപ്പോഴത്തെ ഞാൻ സോറി ടു സേ ദാറ്റ് ഇപ്പോഴത്തെ നേതാക്കളെ ഒന്നും തന്നെ ഗൗരിയമ്മയോട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. 7 അയലത്തെത്തില്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഐ എം റിയലി സോറി. പക്ഷേ അതിനൊക്കെ എത്രയോ ഉയരത്തിലായിരുന്നു ഗൗരിയമ്മ എന്ന ആ ഒരു വലിയ നേതാവ്. ആ ഒരു വലിയ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു, ഒരു വികാരം തന്നെയായിരുന്നല്ലോ. ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖരിൽ പറയുമ്പോൾ വനിതകളിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം ആനി മസ്ക്രീൻ, കോൺഗ്രസിൻ്റെ ഒരു വനിതാ രത്നം എന്ന് പറയുന്നത്. അവർ സ്വാതന്ത്ര്യസമര പോരാളി കൂടിയായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ പറയേണ്ട ഒരു പേരാണ്. പിന്നെ ഏറ്റവും പറയേണ്ട ആദ്യത്തെ പിന്നെ ദളിത് വനിത എന്ന് പറയുന്നത് ദാക്ഷിണി വേലായുധൻ. ഓക്കെ, ആ പേര് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അതെ. അപ്പോൾ ആ വിധത്തിൽ പ്രഗത്ഭരായ പലരും പിന്നെ നമ്മുടെ നിയമസഭയിൽ വനിതകളായി വന്നിട്ടുണ്ട്. ദാക്ഷിണി വേലായുധൻ ആദ്യം വന്നത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. പക്ഷേ എങ്കിലും ആദ്യത്തെ വനിത പിന്നെ ദളിതിൽ നിന്ന് ഒരു പുരുഷൻ തന്നെ വരുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാലത്ത്. അപ്പോൾ ഒരു വനിത അങ്ങനെ വന്നു എന്ന് പറയുമ്പം അവരുടെ ആ കഴിവുകളെയും മഹത്വത്തെയും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. തീർച്ചയായും. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യമാണ്, 33% വനിതകൾക്ക് സംവരണം കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴും 10-12 ഒക്കെയാണ് വരുന്നത്. അതായത് എന്തായാലും ഇത്രയും നാൾ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ കേരളത്തിന് ഇത്രയും പ്രായമായി, എന്നിട്ട് നമുക്ക് ഇതുവരെ 13 വനിതാ മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത്. അതെ അല്ലേ? അതെ. 52 ഒറ്റേ സമയം 13 വനിതകളാണ് MLA-മാരായിരുന്നു. അത് 1996 നായനാർ മന്ത്രിസഭയുടെ ആ പീരീഡിൽ ആയിരുന്നു. അതെ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 46 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 33% ആവുള്ളൂ. ആ സംഖ്യയുടെ പകുതി പോലും ഇതുവരെ വനിതകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ ഒരു വെടി നമ്മുടെ പിന്നെ രാഹുൽ പൊട്ടിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞു, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകും എന്ന രീതിയിൽ ഒരു സൂചന പറഞ്ഞു. അപ്പോൾ അതിന് ആരെങ്കിലും വിഷമിപ്പിക്കാനാണോ, ആരെങ്കിലും ഇനി തൽക്കാലം ഇവർ തമ്മിൽ അടികൂടാതിരിക്കാനാണോ, അല്ലെങ്കിൽ ഇനി ഞാനിവിടെ ജയിച്ചു വരുന്ന പ്രമുഖ വനിതകളിൽ ഒരാളെ മുഖ്യമന്ത്രി ആക്കുമെന്നാണോ, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ, UDF ഭൂരിപക്ഷം കിട്ടിയാൽ
അതോ ഇനി ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവരാനാണോ എന്നൊക്കെ ഒരുപാട് ട്രോളുകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വനിതകളുടെ എണ്ണം വെച്ചിട്ട് വനിതകൾ മറ്റ് പല ഫീൽഡിലും പ്രവർത്തിക്കുന്ന വെച്ചിട്ട് IPS-ലായാലും IAS-ലായാലും പിന്നെ നമ്മുടെ വക്കീൽ രംഗത്തായാലും ജുഡീഷ്യറിയിലായാലും ഒക്കെ കേരള വനിതകൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്, അധ്യാപകരായിട്ടും ഒക്കെ വലിയ സ്ഥാനങ്ങളിൽ റിസർച്ച് സ്കോളേഴ്സായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിയമസഭയിൽ വനിതകളുടെ എണ്ണം ശുഷ്കമാണ് ഇപ്പോഴും എന്ന് പറയാതെ നിർത്തിയില്ല. സാർ, ഇപ്പോൾ ഈ 46 എണ്ണത്തിൻ്റെ കണക്കും അത് ഈ 33% സംവരണത്തിൻ്റെ കാര്യമാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ഒരു നീക്കം നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. ഈ പാർലമെൻറ്റ് അവസാനത്തിന് മുമ്പായിട്ട് വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. നാരി ശക്തി ഇന്ത്യക്ക് ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് കേരളത്തിലും ഗുണം ചെയ്യും. കേരളത്തിലും അതുപോലെ 46 വനിതാ രത്നങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ. എന്തായാലും നമ്മുടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്ന വനിതകളെക്കുറിച്ച് 47ഓളം വനിതകൾ ആണ് ഉള്ളത്. അവരിൽ എത്ര പേർ വിജയിച്ച് നിയമസഭയിൽ അംഗങ്ങളായി എത്തും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ടോക്കിംഗ് പോയിൻ്റ് ഡിസ്കസ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ കേരള നിയമസഭ കണ്ടിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അംഗങ്ങളെക്കുറിച്ചും, അതായത് വനിതാ അംഗങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാത്തിരിക്കേണ്ടതാണ് നമുക്ക് ആരൊക്കെ ഇനിയും ഈ നിയമസഭയെ അലങ്കരിക്കും എന്ന് അറിയുവാൻ. ഒപ്പം തന്നെ ഈ ചർച്ചയുടെ അവസാനം പറഞ്ഞൊരു കാര്യം, എല്ലാത്തിലും മുന്നിലാണ് പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുമ്പോഴും വനിതാ അംഗങ്ങൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നതും അവരൊക്കെ വിജയിച്ച് നിയമസഭയിലെത്തുന്നതും തുലവും കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. വനിതകളെ ശാക്തീകരിക്കുവാൻ വേണ്ട നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതോ പുരുഷ കേസരികൾ അതിനൊക്കെ തന്നെ തുരങ്കം വയ്ക്കുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ ഇതിന് പിന്നിലും ഉയരുന്നുണ്ട്. കാത്തിരിക്കാൻ നമുക്ക് ആരൊക്കെ ഇക്കുറി വനിതാ അംഗങ്ങളിൽ മത്സരരംഗത്തുള്ളവരിൽ നിയമസഭയിൽ എത്തും എന്നറിയാൻ. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റ് വായിച്ചു സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.